ഹലോ, പ്ലാന്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ വീടുകളിൽ സാധാരണ കണ്ടുവരുന്ന ഒരുപാട് പൊക്കത്തിലും ഒരുപാട് വലുപ്പത്തിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന ചില അലോക്കേഷ്യ വെറൈറ്റീസിൻ്റെ ചെറിയ തൈകൾ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സെയിൽ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതുകൂടാതെ ഇതിൻ്റെ കുറച്ച് വിശേഷങ്ങൾ കൂടിയുണ്ട്. നമുക്ക് ആദ്യം തന്നെ നമ്മുടെ വെരിഗേറ്റഡ് അലോക്കേഷ്യ ആൽബോ ആണിത്. ഇതിൻ്റെ ഒത്തിരി വലിയ സൈസിൽ വളരുന്ന തൈകളാണിതെല്ലാം. ഇതൊക്കെ മദർ പ്ലാന്റ്സ് ആണ്. ഇതെനിക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് വളരെ ഭംഗിയാണ് കാണാനായിട്ട്. ഇതിന് നേരിട്ടുള്ള സൺലൈറ്റ് ആവശ്യമില്ല, എങ്കിലും വെളിച്ചമുള്ള ഒരു ഭാഗത്താണ് വേണ്ടത്. ഇത് ഞാൻ ടെറസിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ എനിക്ക് കുറച്ച് പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മദർ പ്ലാന്റ്സ് ഞാൻ വലിയ പോട്ടിലാക്കി വെച്ചതാണ്. ഇതിൽ നിന്ന് ഒരുപാട് തൈകൾ ഞാൻ റെഡിയാക്കി എടുക്കാറുണ്ട്. രണ്ടാമതായിട്ട് കാണുന്ന വെറൈറ്റിയാണിത്. ഇത് അലോക്കേഷ്യ ആമസോണിക്കയുടെ അതേ ഒരു സെയിം ഷേപ്പിലൊക്കെ വരുന്ന ഒരു പ്ലാന്റാണ്, എന്നാൽ ആമസോണിക്ക അല്ല കേട്ടോ അത്. അപ്പോൾ ഇത് നല്ല ഗ്ലേസിങ് ഉള്ള ഇലകളാണ്. ഇതിൻ്റെ ഒരുപാട് തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. മൂന്നാമത്തെ വെറൈറ്റിയാണ് ഇത് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു വെറൈറ്റിയാണ്. ഇതും നല്ല സൈസുള്ള ഇലകളും നല്ല വലിപ്പമുള്ള ഒരു പ്ലാന്റ് ആയിട്ട് തന്നെ വരും കേട്ടോ. അപ്പോൾ ഇത് പോട്ടിലാണ് ഇരിക്കുന്നത്. ഈ പ്ലാന്റ്സൊക്കെ നമുക്ക് മണ്ണിൽ തറയിൽ വെച്ചും വളർത്തിയെടുക്കാൻ പറ്റും. കാരണം ഇത് ഒരുപാട് വലിപ്പത്തിൽ വളരും. അതുകൂടാതെ മഴയോ വെയിലോ ഒന്നും അത്ര പ്രശ്നമില്ലാത്ത നോർമൽ വെറൈറ്റീസാണ്. അടുത്തത് നമ്മുടെ ബ്ലാക്ക് കളറിലുള്ള ഒരു അലോക്കേഷ്യ വെറൈറ്റിയാണ്. അലോക്കേഷ്യ യൂക്കാറ്റൻ പ്രിൻസസ് ആണ് ഇതിൻ്റെ പേര്. ഇതും അതുപോലെ നല്ല ഗ്ലേസിങ് ഉള്ള ഇലകളും നല്ല ബ്ലാക്ക് കളറിലുള്ള ഇലകളും ആയിരിക്കും. ഇത് നമ്മുടെ അലോക്കേഷ്യ ആമസോണിക്ക. അപ്പോൾ നമുക്ക് ഈ വെറൈറ്റീസിൻ്റെ എല്ലാം ചെറിയ തൈകൾ ഇപ്പോൾ റെഡിയാണ്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന പ്ലാൻസ് സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. വെരിഗേറ്റഡ് അലോക്കേഷ്യ ആൽബോയുടെ ഏറ്റവും ചെറിയ സൈസുള്ള തൈകൾ, ഈ സൈസുള്ള തൈകൾ 100 രൂപ മുതൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചെറിയ തൈകൾ വാങ്ങുമ്പോൾ കുറച്ചൊരു ശ്രദ്ധ കൊടുക്കണം. പോട്ടിൽ വെള്ളം കെട്ടിക്കെടുക്കാതെ ശ്രദ്ധിക്കണം. അതുപോലെ കുഞ്ഞു പോട്ട് വേണം സെലക്ട് ചെയ്തെടുക്കാനായിട്ട്. പ്ലാന്റിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് പോട്ടിൻ്റെ സൈസ് കൂട്ടി കൊടുക്കുക കേട്ടോ. ഇതുപോലെ വലിയ സൈസിലാവാനായിട്ട് ഞാനിതിന് പോട്ടി മിക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് മണൽ ഒരേ അനുപാതത്തിലും, അതുപോലെ വെരിഗേഷനുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ചാണകപ്പൊടി കൊടുത്തിട്ടില്ല. ഇതിന് പകരമായിട്ട് മണിര കമ്പോസ്റ്റോ എല്ലുപൊടിയോ ഒക്കെ കൊടുക്കുക കേട്ടോ. പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ബാസാക്കോട്ട കുറേശ്ശെ ചേർത്ത് കൊടുക്കാറുണ്ട്. മഴയായപ്പോൾ ഒത്തിരി സന്തോഷത്തിലാണ് ഇവർ. ഇതിൻ്റെ വെരിഗേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിൻ്റെ തണ്ടുകൾക്കും നല്ല വെരിഗേഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ വെരിഗേഷനിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ ഇലക്കും ഓരോ വെരിഗേഷനായിരിക്കും, അതുപോലെ ഓരോ പ്ലാന്റിനും ഓരോ വെരിഗേഷനായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. ചില സമയത്ത് ചില ഇലകളൊക്കെ ഇതുപോലെ നല്ല പച്ച കളർ, ഫുൾ പച്ച കളറിൽ നമുക്ക് കിട്ടാറുണ്ട്. ഈ പ്ലാന്റിൻ്റെ ആദ്യം വന്ന ഇലകളൊക്കെ നോക്കൂ, പച്ച കളറിലാണ്, ഫുൾ പച്ചയായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെയൊക്കെ ഇത്തിരി മാത്രമേ വൈറ്റ് കളറിൽ വന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭംഗിയില്ല. പക്ഷെ ചില സമയത്ത് പുതിയ ലീഫ് വരുമ്പോൾ നല്ല വെരിഗേഷനുള്ള ലീഫ് കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വെരിഗേഷനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അത്യാവശ്യം ഒരു വെളിച്ചം കിട്ടുന്ന, സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വെക്കുക. കൂടുതലായിട്ട് സൺലൈറ്റ് കിട്ടുകയാണെങ്കിൽ ഇലകൾ കരിഞ്ഞു പോട്ടോ. മഴയോ വെയിലൊക്കെ കൂടുതലായിട്ട് വന്നാൽ ഇതുപോലെ ഇതിൻ്റെ വൈറ്റ് കളറുള്ള ഭാഗമാണ് പെട്ടെന്ന് ചീത്തയായി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഈ പ്ലാന്റിനെ കുറിച്ച് ശ്രദ്ധിക്കാനായിട്ട്. കുറച്ചുകൂടെ വലിയ സൈസിലുള്ള തൈകളും ഒരുപാട് വലിയ തൈകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇത്രയും സൈസുള്ള തൈകൾക്ക് 180 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കൊടുത്ത വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇതുപോലെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് മാത്രമേ നമുക്ക് ചാണകപ്പൊടി കൊടുക്കാൻ പറ്റാത്തതായിട്ടുള്ളൂ. അല്ലാത്ത വെറൈറ്റീസിനൊക്കെ ചാണകപ്പൊടി തന്നെയാണ് ഞാൻ പോട്ടി മിക്സിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ വലിയ പ്ലാന്റും വലിയ ഇലകളുമായിട്ട് വരുന്ന വെറൈറ്റീസ് തന്നെയാണ് എല്ലാം. അതുപോലെ ഇതിന് പ്രത്യേകിച്ച് ഒരു കീടശല്യം കാണാറില്ല. എങ്കിലും ഈ അലോക്കേഷ്യ വെറൈറ്റീസൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീസിനെ പോലെ നമുക്ക് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കേണ്ടതായിട്ടില്ല. എങ്കിലും ഇടയ്ക്ക് ഒരു ഇല ചുരുളിച്ച പ്രശ്നമോ അല്ലെങ്കിൽ ഇലകൾ ചീഞ്ഞു പോവോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് സാഫ് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ സാഫ് സ്പ്രേ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ സാഫ് വെള്ളത്തിൽ കലക്കി പോട്ടിൽ ഒഴിച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. പോട്ടി മിക്സിലോ നമുക്ക് വേണമെങ്കിൽ സാഫ് ഇത്തിരി ആഡ് ചെയ്യണം, നല്ലതാണ്.
ഇതൊന്നും ഹൈബ്രിഡ് അലോക്കേഷ്യകളെ പോലെയല്ല, നമ്മുടെ കാലാവസ്ഥയിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. വളരെ ഈസിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ നിങ്ങളുടെ ഗാർഡനിൽ വലിയ അലോക്കേഷ്യ പ്ലാന്റ് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും ഒന്നും മറന്നു വരുത്. ഇത് അലോക്കേഷ്യ ഗ്രീൻ ഷീൽഡ് എന്ന വെറൈറ്റിയാണ്. ഇത് നോർമൽ വെറൈറ്റി അല്ല, എങ്കിലും ഇതും വലിയ സൈസാവുന്ന ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല ഉഷാറായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി പുതിയ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.